ഗൈസ് നമ്മൾ പോകാൻ പോകണം ഗൈസ്. അപ്പോൾ ട്രിപ്പ് പോകാൻ പോകണം ഗൈസ്. അവിടെ വെച്ച് കാണാം ഗൈസ്. ഗൈസ് നമ്മൾ ഇറങ്ങി നമ്മൾ മാർത്താണ്ഡം ബസ് സ്റ്റോപ്പിലേക്ക് സൺകിസ്റ്റ് ഗൈസ്. നമ്മളപ്പോൾ മാർത്താണ്ഡം ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. എല്ലാവരും കൂടെ ഉണ്ട്. എപ്പോഴും മാർത്താണ്ഡത്ത് വരുമ്പം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി തോന്നുന്നൊരു പള്ളി. ഇതേ അവളുടെ ഫോൺ കൊണ്ട് പള്ളിയാണ് ഗൈസ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ എൻ്റെ അകത്ത് കയറിയിട്ടില്ല ഗൈസ്. നമ്മൾ അടുത്ത ബസ്സിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. കാരുണ്യ അന്തം വിട്ട് നിൽക്കണം ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ വിഴിഞ്ഞം ത്തോട്ട് പോകാനായിട്ട് ബസ്സിൽ കയറിയിട്ടാണ് ഗൈസ്. എല്ലാവരുണ്ട്. മുർഷി നാക്ക് നീട്ടി കാണിക്കുകയാണ് ഗൈസ്. റാഷ് ഡോറിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ കുറേ നേരത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ ഹോട്ടൽ റൂം ചെക്ക് ഇൻ ചെയ്യുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു റഷായിപ്പോയി, ഫുൾ ആൻഡ് ഫുള്ള്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ സീ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു അൽമോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ വന്നേക്കാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. മുർഷി, റാഷു, കാരുണ്യ, ഇന്നിപ്പുറത്തെ ദിസ് ഗേൾ നദിറ എല്ലാവരും ഉണ്ട്. നല്ലപോലെ വിശക്കുന്നുണ്ട്. വിശന്ന് ശരിക്കും പറഞ്ഞാൽ വയറ്റിൽ ഗ്യാസായി. കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ അവിടുന്ന് ബസ് കയറുന്ന സമയത്തൊട്ട് സീ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര കൊതിയായിട്ടാണ് വന്നത്. ഇപ്പോൾ ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമ്മളെന്തായാലും ഓർഡർ ചെയ്യട്ടെ ഫുഡ് ഗൈസ്. ഇവിടെ വിശന്ന് ചാവോ ഗൈസ്. വിശന്ന് ചാവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിട്ട് തല എന്തോ പൊട്ടുന്ന പോലെ ആവും. നല്ല വിശപ്പ്. പക്ഷെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. ഭയങ്കര വിശപ്പ്. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാതിരിക്കുമ്പം വല്ലാത്തൊരു വിശപ്പും തലവേദനയും എന്തോ. ജ്യൂസ് പറയാൻ പോലും ഇവിടെ ആരും വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല. അവർ ഓർഡർ എടുത്തിട്ട് അങ്ങനെയും പോയി. പിന്നെ ഈ ഒരു ഏരിയയിൽ പോലും അവരെ കണ്ടിട്ടില്ല ഞാൻ. കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ജ്യൂസ് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം ജ്യൂസ് കിട്ടി. അപ്പോൾ കുറച്ച് നേരം ജ്യൂസ് കുടിച്ചിരുന്ന് നമ്മൾ വിശപ്പ് മാറ്റാൻ തീരുമാനിച്ചു. ജ്യൂസ് കുടിച്ചിട്ട് കാണാം ഗൈസ്. ഇവരെന്നെ ചീത്ത വിളിക്കുകയാണ് ഗൈസ്. ഞാൻ എവിടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ജിയോ മാർട്ടിൽ ഓർഡർ ചെയ്ത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്താൽ പോലും ഇതുവരെ ജിയോ മാർട്ടിൽ 10 മിനിറ്റിൽ ഡെലിവറി ആക്കും. പക്ഷേ ഇവിടെ ഈ 6 പോട്ടെ 3 hours. അത് എന്നായിട്ട് വെറും മാഗി. അത് ഗൈസ് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു നൂഡിൽസ് ഓർഡർ ചെയ്ത് വരാൻ 3 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ അവൾ പറയാം എനിക്ക് ഏതോ ഒരു റാസി ഉണ്ട്. ഞാൻ ജിയോ മാർട്ടിൽ ഫുഡ് ഓർഡർ ചെയ്താൽ പോലും ഇത്ര നേരം പ്ലേറ്റ് എങ്കിലും വന്നെന്ന് പറഞ്ഞ് എല്ലാവരും സമാധാനിച്ചിരിക്കുകയാണ്. ഈ കുട്ടി ചത്തു ഗൈസ്. അവരവിടെ എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ്. കുറേ നേരമായിട്ട് അവരെന്തൊക്കെയോ അവിടെ ചെയ്യണം. പയ്യൻ്റെ കുറെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ അവർ കുറേ നേരമായി ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആവോലി മസാല വന്നു. കഴിച്ചു നോക്കുക. റാഷു എങ്ങനെയുണ്ട്? കൊള്ളാവോ? വിശന്നിരിക്കുന്നതുകൊണ്ട് ഒന്നും അറിയാം. ഇനി സാധനങ്ങൾ വരാനുണ്ട് ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാനുള്ള ത്രാണിയില്ല. ഞാനും കഴിച്ചു തുടങ്ങട്ടെ ഗൈസ്. ആഫ്റ്റർ വെരി ലോങ് ടൈം ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുകയാണ്. എല്ലാ സാധനങ്ങളും ഇനി വരാനുണ്ട് ഐറ്റംസ്. വീഡിയോ എടുക്കാനുള്ള ഇതെനിക്കില്ല. എനിക്ക് കാരണം ആർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഞാൻ തിന്നാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും തിന്നുവാണ് ഗൈസ്. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനിയും കടവ റോസ്റ്റ്, ഞണ്ട് എല്ലാം വരാനുണ്ട്. ഒന്നൊന്നായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് ബാക്കി വയ്ക്കും ഗൈസ്. ഒരു രക്ഷയില്ല. കണവയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. റോസ്റ്റ് അടിപൊളി ഗൈസ്. ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. റാഷു സന്തോഷമായോ? മുർഷി സന്തോഷമായോ? കാരണം എന്നെ സന്തോഷത്തിലിരിക്കുക. നദിറ സന്തോഷമായോ? ഡബിൾ സന്തോഷമായിരുന്നു ഗൈസ്. ഞങ്ങൾ മാക്സിമം ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലോട്ട് പോകണം. നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനെ നമുക്ക് വിളിക്കണം. ചേട്ടൻ വിളിച്ചു. നമുക്ക് ഇവിടെ ചേട്ടനെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ തന്നെ എല്ലാവർക്കും കൊണ്ടുപോകും. അപ്പോൾ ആ ചേട്ടനെ വിളിക്കണം
ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് എത്തി. എനിക്ക് ഫസ്റ്റ് വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിച്ചെത്തുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം. സ്റ്റെപ്സ് കുറച്ച് കയറണം, കുറച്ച് പാടാം. ഈ സ്റ്റെപ്സ് ഇങ്ങനെ കയറിയപ്പോൾ നമുക്ക് 2 മുറിയും 2 ദിശയിലായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഞാൻ കുഞ്ഞെടുക്കാം. അത് തന്നെയാണോ അതിൻ്റെ കീന്ന് നോക്ക്. ഡോർ തുറക്കുക. 304 നമ്മൾ കയറാൻ പോവുകയാണ്. ഒരു റൂം തൽക്കാലം നമുക്ക് തുറന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പോകാം. ലൈറ്റ് ഇടൂ. ലൈറ്റിന് ഇത്ര താമസം. 1 2 3. ലൈറ്റ് വന്നു. ഗൈസ് ഹായ്. മാറൂ. അപ്പോൾ ഗൈസ് നമ്മൾ മാറുകുട്ടി നമ്മൾ റൂമിൽ വന്നു. ഇതാണ് ഒരു റൂം. ദിസ് ഇസ് 1 റൂം. ഇതേപോലെ തന്നെ സെയിം ഇത് തന്നെയാണ് അപ്പുറത്തെ റൂമും. അപ്പുറത്തെ റൂമിലോട്ട് പോയില്ല. തൽക്കാലം കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് അപ്പുറത്തെ റൂമിലോട്ട് പോകും. തിരിച്ച് റൂമിൽ വന്നു. റൂമിൽ വന്ന് ഞാൻ ഇവിടെ ഒരു റാഷ് തിരിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്ന് ഗൈസ് ഭയങ്കര ടയേർഡായി ഗൈസ്. റീലൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. ബട്ട് കണ്ണാടി പ്രാന്തി വന്നപ്പോ തൊട്ട് അവള് കണ്ണാടിയുടെ മുമ്പിലാണ്. ഇവള് ഫോൺ പ്രാന്തി വന്നപ്പോ തൊട്ട് ഫോണിലാണ്. ആ TV പ്രാന്തി വന്നപ്പോ തൊട്ട് TV കാണാൻ തുടങ്ങും. അവള് സിനിമ കണ്ടിട്ടില്ലാത്ത കണക്കാണ് ആ പെണ്ണ് തന്നെ സിനിമ കാണുന്നത്. മുർഷി കാരുണ്യ മതിയുടെ കണ്ണാടി നോക്കിയത്. ഇവിടെ ഒരു പാട്ടുകാരിയുണ്ട് ഗൈസ്, പാടിക്കും. നീരുടമ്പ് വാസനയ നീ തൊട്ടതോ ഇരവെല്ലാം നീ തലയാട്ടി ഞാൻ രസിത്തേനെ இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன என்ன அவசரம் சொல்ல കണ്ണേ. ഈ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും ഇവിടെ പാടാൻ വിളിക്കണം കേട്ടോ. സിനിമയില് വിളിക്കും കരയണ്ട. ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാം ഞാൻ കുളിച്ച് റെഡിയായി കിടക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇനി ഇവിടെ ഈ റൂമിൽ ഞാനും നദിര കുളിക്കാൻ പോണ്. ഞാൻ നദിര മാത്രമേ ഉള്ളൂ. മറ്റേ റൂമിൽ മുർഷി രാഷു കാരണി അവരെല്ലാം ഉണ്ട്. ഒരു റൂമിൽ 3 പേർക്ക് മാക്സിമം പറ്റത്തുള്ളൂ അക്കോമഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂമിൽ ഞങ്ങൾ 2 പേരുടെ വന്നു. ഫേസ് വാഷ് എൻ്റെ ഇല്ല ഫേസ് വാഷ്. അപ്പോൾ ഇനി നാളെ രാവിലെ നമുക്ക് സൺറൈസ് കാണാൻ പോകണം. അപ്പോൾ ഇനി ഉറങ്ങാൻ പോകും. നല്ല ടയേർഡാണ്. സോപ്പോ ഒരു സോപ്പ് ഇരുന്ന് ഞാൻ അകത്ത് എടുത്തു. അവൾ വ്ളോഗ് എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇനി ഉറങ്ങണം. അവൾ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഫ്ലാറ്റ് ആവും. ഉറങ്ങിയിട്ട് ഇനി നാളെ രാവിലെ 5:45 എഴുന്നേൽക്കണം സൺറൈസ് കാണാനായിട്ട്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. ലവ് യു ഓൾ ആൻഡ് ബൈ. മുർഷി ഇല്ലാത്തതുകൊണ്ട് ബൈ പറയാനൊരു രസമില്ല ഗൈസ്.